എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തുനിന്നും ഇന്ന് പുറത്തുവന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. IPL-ൽ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ. കഴിഞ്ഞ 11 സീസണുകളിലും മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ അത് രോഹിത് ആയിരുന്നു. അതിൽ 5 തവണയും മുംബൈക്ക് രോഹിത് കിരീടം നേടിക്കൊടുത്തു. IPL ഫൈനലിൽ ഒരിക്കൽ പോലും പരാജയം എന്തെന്ന് അറിയാത്ത ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത്. എന്നാൽ ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് രോഹിത്തിനെ ക്യാപ്റ്റൻസിൽ നിന്നും മാറ്റിയിരിക്കുകയാണ്. രോഹിത് ക്യാപ്റ്റൻസിൽ നിന്നും പടിയിറങ്ങിയതോടെ മുംബൈ കഴിഞ്ഞ ദിവസം ടീമിലേക്ക് തിരിച്ചെത്തിച്ച ഹാർദിക് പാണ്ഡ്യ മുംബൈ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തു. നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ. കഴിഞ്ഞ കുറച്ചുനാൾക്ക് മുന്നെയാണ് 15 കോടി മുടക്കി പാണ്ഡ്യയെ മുംബൈ ടീമിൽ എത്തിച്ചത്. എന്നാൽ പാണ്ഡ്യ ടീമിലെത്തിയപ്പോൾ രോഹിത്തിനെ തഴഞ്ഞ് പാണ്ഡ്യ ക്യാപ്റ്റൻ ആകുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. എന്തായാലും മുംബൈ മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തിൽ മുംബൈ ആരാധകർ കലിപ്പിലാണ്. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സഞ്ജു വീണ്ടും ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാൻ പോവുകയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള 3 ഏകദിന പരമ്പരയിൽ ആണ് സഞ്ജു സാംസണിന് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചിരിക്കുന്നത്. അതിനായി ഇതിനോടകം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ സഞ്ജു എത്തി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇപ്പോഴിതാ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ഏകദിനത്തിൽ സഞ്ജു പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 5-ാം നമ്പരിൽ ആയിരിക്കും സഞ്ജു കളത്തിൽ ഇറങ്ങാൻ പോകുന്നത്. സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ സഞ്ജുവിന്മേൽ വലിയ പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ. ഇന്ത്യയുടെ ആദ്യ ഏകദിന മത്സരം ഞായറാഴ്ചയാണ്. ഈ ഒരു മത്സരത്തിൽ സഞ്ജു തിളങ്ങിയാൽ പിന്നെ സഞ്ജുവിന്റെ ഭാവി തന്നെ മാറിമറിയും. ഈ സൗത്ത് ആഫ്രിക്കൻ പരമ്പരകളിലും IPL-ലും സഞ്ജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ വരാനിരിക്കുന്ന T20 ലോകകപ്പ് ടീമിൽ സഞ്ജുവും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് എതിരെയുള്ള ആദ്യ ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി നേടുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.